ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനുവോളജി. ഇപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അത് 9 to 5:30 വരെ എനിക്ക് വർക്കിംഗ് ആണ്. ചില ദിവസം 6 ഒക്കെ ആവും. വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 7 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞ് കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കും അത്യാവശ്യം സമയം, പിന്നെ റെസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ടൈമിൻ്റെ ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് വീഡിയോസ് വായിക്കുന്നത്. അല്ലാതെ നിങ്ങളെ ആരും ഞാൻ മറന്നു പോയിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇന്ന് സൺഡേ ആണ്, ജസ്റ്റ് ലഞ്ചൊക്കെ കഴിക്കാനുള്ള ഒരു പ്രിപ്പറേഷനിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇതേ ഒരു മെയിൽ വന്നത്. താങ്ക് യു ശ്രീലേഖ ഫോർ സെൻഡിങ് ദിസ് മെയിൽ. ബിക്കോസ് ഒരു മെയിൽ അയക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം എഫോർട്ട് ഉള്ള ഒരു കാര്യമാണ്. നമ്മളൊരു എഫോർട്ട് എടുക്കണം. ടൈപ്പ് ചെയ്യണം, മെയിൽ ഐ ഡി കളക്ട് ചെയ്യണം, എന്നിട്ട് അത് അയക്കണം എന്നൊക്കെ പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. ഇറ്റ് മീൻസ് ലോട്ട് ടു മീ. അത് ഇങ്ങനെ മെയിൽ അയക്കുന്ന പറയുമ്പോൾ ഒരാൾ എനിക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നു എന്നൊക്കെ അറിയുമ്പോൾ അതിലുള്ളൊരു സന്തോഷമാണ്. എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് അറിയുമ്പോൾ അത് അതിലും വലിയ സന്തോഷമാണ്. അപ്പം ഇതുവരെയും എനിക്ക് വേണ്ടി മെയിൽ അയച്ചവർ, കമന്റ് ഇട്ടവർ, സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക് യു. ഫ്യൂച്ചറിൽ നിങ്ങൾ എല്ലാവരും നല്ലൊരു HR പ്രൊഫഷണൽസോ അല്ലെങ്കിൽ നല്ലൊരു കരിയറുള്ള ആൾക്കാരാവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഈ മെയിലിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റെസ്യൂംസ് റെഡിയായി, നമുക്ക് തിയറി നോളജ് ഉണ്ട്, പക്ഷെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഒന്നുമില്ല. നമ്മൾ ആക്റ്റീവ്ലി അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കോൾസ് ഒന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റഡ് അല്ലാതായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. നിങ്ങൾ ഓൾറെഡി തിയറി നോളജ് ഉണ്ട്. ഇപ്പം MBA HR ആയിക്കോട്ടെ, BBA HR ആയിക്കോട്ടെ, എന്തെങ്കിലും HR ഫീൽഡ് ആയിക്കോട്ടെ, കോഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ അത് പഠിച്ചിറങ്ങി CV ഉണ്ട്, എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, പക്ഷേ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു വഴിയാണ് അവിടെയാണ് എത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഹാഫ് വേ അവിടെ എത്തിയിട്ടുണ്ട്. അതിൽ കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഐ ഹാവ് ബിൻ ദെയർ ടു. ഓക്കെ, അത് നമ്മൾ മോട്ടിവേറ്റഡ് അല്ലാതെ ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കും വരും, എന്തായാലും വരും. കീപ് ട്രൈയിങ്, നെവർ സ്റ്റോപ്പ് ട്രൈയിങ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് സ്കിൽസ് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരുപാട് കോഴ്സ് എടുക്കാനൊന്നും ടൈമില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ലാത്തവർക്കൊക്കെ നമുക്ക് ഫ്രീ നമ്മുടെ സ്മാർട്ട് ഫോണിൽ തന്നെ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഇപ്പം മെയിനായിട്ട് നമുക്ക് ഈ ടൂൾസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓഫീസ് ടൂൾസ് എന്ന് പറയുമ്പോൾ MS വേർഡ്, MS എക്സൽ, പവർ പോയിന്റ്, ഈ 3 കാര്യത്തിന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. അതിൽ MS വേർഡിൽ നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ അപ്പോയിൻമെൻറ്റ് ലെറ്റേഴ്സ്, റിലീവിങ് ലെറ്റേഴ്സ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, അതേപോലെ തന്നെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ്, SOPs ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേർഡ് യൂസ് ചെയ്യേണ്ടത്. ഈ പെർഫോമൻസ് അപ്രൈസൽസ്, പോളിസീസ്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ വേർഡിലായിരിക്കും. എന്തൊരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിലും നമ്മളത് ഫസ്റ്റ് വേർഡിലാണ്, ഒബ്വിയസ്ലി വേർഡിലാണ് ചെയ്യുക. അപ്പം വേർഡ് പഠിക്കുക എന്ന് പറയുന്നത് ഈ ഒരു ബേസിക് കാര്യങ്ങളെല്ലാം കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. ഫ്രീ ആയിട്ടുള്ള കുറച്ച് യൂട്യൂബ് ചാനൽസ് ഞാൻ പറഞ്ഞത്. അതായത് ടീച്ചേഴ്സ് ടെക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, ആൻഡ് കെവിൻ സ്ട്രാറ്റ്ബർട്ട് ആണ് നെക്സ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഒരു ഫ്രീ പ്രൊമോഷൻ അല്ലേ നമുക്കുള്ള, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അതെല്ലാം കാണുമ്പം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് ഈ എക്സൽ. ഞാനൊരു പേറോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പേറോൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ടൈം ഷീറ്റ്. അത് നമ്മൾ ചെയ്യുന്ന ഡാറ്റ എൻട്രീസ് എല്ലാം ചെയ്യുന്നത് ഈ എക്സലിലാണ് എന്ന് പറയുമ്പം ആ ടൈം ഷീറ്റ്, അതേപോലെ തന്നെ പിവറ്റ് ടേബിൾസ്, അതേപോലെ തന്നെ ഒരുപാട് ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ എക്സൽ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ അറ്റൻഡൻസ് ട്രാക്കിങ്ങും, ലീവ് റിക്വസ്റ്റ്, അതുപോലെ ഒരുപാട് ഓഫീസ് റിലേറ്റഡ് ഷീറ്റ്, ഡാറ്റാസ്, നമ്പേഴ്സ്, അതുപോലെ സാലറി ഷീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ എക്സൽ വഴിയാണ് ചെയ്യുന്നത്. അതാണ് ബേസിക്. ഇനി അതിനകത്ത് ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ട് കുറച്ച് യൂട്യൂബ് ചാനൽ പറയുന്നത് ലൈല ഗെറാനി എന്ന് പറയുന്നതും ഈ എക്സൽസ് ഫണ്ട് യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അത് വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. നെക്സ്റ്റ് ഇസ് പവർ പോയിന്റ്. പവർ പോയിന്റ് എന്ന് പറയുമ്പോൾ മെയിൻലി നമുക്ക് പ്രസൻറ്റേഷൻസ് ആണ്. അത് പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പം HR പോളിസീസിന് അലൈൻ ചെയ്ത് പോകുന്ന രീതിയിലുള്ള PPTs ഉണ്ടാക്കാനായിട്ട് പഠിക്കുക. അത് സിമ്പിളാണ്. യൂട്യൂബ് ചാനൽ പറയുകയാണെങ്കിൽ സിമ്പിൾ സ്ലൈഡ്സും പ്രസൻറ്റേഷൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുള്ള അതും കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ PPTs കാണാൻ പറ്റും. PPT എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സ്ലൈഡിലും പല പല ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്ത് ഒരു പ്രസൻറ്റേഷൻ ആക്കി കൊടുക്കുന്നതാണ്. പിന്നെ എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ബേസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം പവർ ബൈ, ടാബ്ലോ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ളതാണ്. ഇറ്റ്സ് ജസ്റ്റ് 1 പേജ് ആണ്. അങ്ങനത്തെ ഡാഷ്ബോർഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് പറ്റുക. അപ്പോൾ നമ്മൾ എപ്പോഴും ബേസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അഡ്വാൻസിലോട്ട് പോകുന്നതാണ്. ഈ പവർ ബൈക്കും ടേബിളിനൊക്കെ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വേർഡ്, എക്സൽ, അതുപോലെ തന്നെ പവർ പോയിന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ സോഹോ ഒക്കെ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുന്നത്. ബിക്കോസ് മൈൻ ഇസ് എ സ്മോൾ കമ്പനി, ഐ ഡോണ്ട് നീഡ് മച്ച് അഡ്വാൻസ്ഡ് ഫോർമുലാസ് ആൻഡ് ഓൾ. അതുകൊണ്ടാണ് അങ്ങനെ. പക്ഷേ ഇനിയിപ്പോൾ ഞാനൊരു EY അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുറച്ചും കൂടെ വലിയ കമ്പനീസിലൊക്കെ പോവുകയാണെങ്കിൽ ഒബ്വിയസ്ലി എനിക്ക് ചിലപ്പോൾ ഇതെല്ലാം വേണ്ടി വരും. ഈ പവർ ബൈയിലാണെങ്കിലും KPIs ഒക്കെ ക്രിയേറ്റ് ചെയ്യും. KPIs എന്ന് പറയുമ്പോൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന KPIs ഒക്കെ ജസ്റ്റ് ടെംപ്ലേറ്റ് എടുത്തിട്ട് വേർഡിലൊക്കെ ചെയ്യുന്ന KPIs ആണ്. ഓക്കെ, അതൊക്കെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഫസ്റ്റ് ബേസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ പയ്യെ ഇതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ഈസി ആയിട്ട് മൈൻഡ് അഡാപ്റ്റ് ആവും. ഓക്കെ, ഇനി ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടിക്കൽ. അതായത് തിയറി നോളജ് ഉണ്ട് പക്ഷെ പ്രാക്ടിക്കൽ ഇല്ല എന്ന് പറയുമ്പോൾ
ഫസ്റ്റത്തെ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രീലാൻസിങ്. അതായത് ഒരുപാട് ഫ്രീലാൻസ് പ്രോജക്ട്സ് ഉണ്ടാവുമായിരിക്കാം. അതായത് ഈ നെറ്റിലൊക്കെ അടിക്കുമ്പോൾ ഫ്രീലാൻസ് സൈറ്റുകൾ ഉണ്ടാവും. അതിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം മെജോറിറ്റി ഫ്രീലാൻസിങ് കിട്ടാറുണ്ട്. ഞാൻ ഇന്നേവരെ ഫ്രീലാൻസിങ് ചെയ്തിട്ടില്ല, പക്ഷേ ഫ്രീലാൻസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി പ്രോജക്ട്സ്, അതായത് ക്രിയേറ്റ് മിനി പ്രോജക്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒരു കമ്പനിയിലെ HR ആണെന്ന് വിചാരിച്ചുകൊണ്ട് അറ്റൻഡൻസ് റെക്കോർഡ്സ്, അതുപോലെ ഡാറ്റ റെക്കോർഡ്സ്, ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയീസ്, അതേപോലെ തന്നെ അവരുടെ ലീവ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു മിനി പ്രോജക്റ്റ് ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ CV ആഡ് ചെയ്യാം. ഡൺ എ പ്രൊജക്ട് ഓഫ് എംപ്ലോയി മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് CV ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മിനി പ്രോജക്റ്റ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതാണ് വോളണ്ടിയർ ഓർ ഇന്റേൺഷിപ്സ്. വോളണ്ടിയർ ഓർ ഇന്റേൺഷിപ്സ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ആണെങ്കിലും ലോങ് ടേം ആണെങ്കിലും ഇന്റേൺഷിപ്സ് എന്ന് പറയുമ്പോൾ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമ്പോണന്റ് ആണ് ഈ ഇന്റേൺഷിപ്സ്. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഒരു എക്സ്പോഷർ കിട്ടാനായിട്ട് അത് എപ്പോഴും ഹെൽപ്പ് ചെയ്യും. ജോയിൻ HR കമ്മ്യൂണിറ്റീസ്. ടെലിഗ്രാമിലായിക്കോട്ടെ, ലിങ്ക്ഡിനിലായിക്കോട്ടെ, വാട്സപ്പിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, HR ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ടെലിഗ്രാം ജോയിൻ ചെയ്യുക. അതിൽ ടെലിഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യുക. അത് ലിങ്ക്ഡിനിൽ ഒരുപാട് HR കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ പ്രാക്ടീസ് വാട്ട് യു ലേൺ. നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഈ MS വേർഡിൻ്റെയും എക്സലിൻ്റെ ആയിക്കോട്ടെ നമ്മൾ ക്ലാസ് ഒക്കെ കാണും, പക്ഷെ അങ്ങനെ കണ്ടതുകൊണ്ട് നമുക്ക് മനസ്സിലിരിക്കുന്നേ ഉള്ളൂ. അത് പ്രാക്ടിക്കലി നമുക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് ലാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കഫേയിലോ പോയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലാപ്പുള്ളവർ എന്തായാലും എക്സലും പവർ പോയിന്റും വേർഡും ഒക്കെ ആയിട്ട് കുറച്ച് അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുക. കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു പ്രാക്ടിക്കൽ നോളജ് ഇല്ല എന്നുള്ള ഒരു കുറവ് കുറച്ചെങ്കിലും കുറഞ്ഞു കിട്ടും. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു വെൻ യു ഗെറ്റ് ഇൻ ടു എ ജോബ് ഓൾസോ. ജോലിക്ക് കയറിയാലും ഒക്കെ ഇതെനിക്ക് ഫെമിലിയർ ആണല്ലോ എന്നുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് വരും. സോ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ആ സ്കിൽസും അതുപോലെ പ്രാക്ടിക്കൽ നോളജൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും നിങ്ങൾ ഈ HR ആവാനായി ആഗ്രഹിക്കുന്ന അതുപോലെ പാസ് ഔട്ട് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പയ്യെ നിങ്ങൾ ജോലിയിൽ അപ്ലൈ ചെയ്ത് തുടങ്ങുക. അതേപോലെ തന്നെ ഇന്റേൺഷിപ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പ്രൊജക്ട്സ്, മിനി പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുക. വാട്ട് ഈസ് പെർഫോമൻസ് അപ്രൈസൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു PPT ഉണ്ടാക്കി പഠിക്കുക. പിന്നെ ഫ്രീ ഓൺലൈൻ കോഴ്സസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. അത് ഞാൻ എൻ്റെ ഒരു ഫ്രം സീറോ ടു HR എന്ന് പറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡിസ്ക്രിപ്ഷനിൽ കുറേ ലിങ്ക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ഞാൻ എന്തായാലും തരുന്നതായിരിക്കും. Until then, bye bye.